ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. നവകേരള സർവേയിലെ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ അപ്പീലിൽ വിചിത്രവാദങ്ങൾ. പാർട്ടി സെക്രട്ടറിയുടെ കത്ത് പറഞ്ഞ് നവകേരള സർവേ റദ്ദാക്കാൻ കഴിയില്ല. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ സർവേ എന്ന് തെളിഞ്ഞിട്ടില്ലെന്നും സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിൽ സർക്കാർ വാദം ഉയർത്തുന്നു. CPM സംസ്ഥാന സെക്രട്ടറി എന്ന് പറയാതെയാണ് അപ്പീലിലെ വാദങ്ങൾ. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, സ്പെഷ്യൽ ലീവ് പെറ്റീഷനിലെ അപ്പീൽ പാർട്ടി കത്ത് ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ ഒരു പരിപാടി റദ്ദാക്കാൻ കഴിയില്ല എന്നുള്ളതാണോ വാദം? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സർക്കാരിന്റെ വാദം പറയുന്നത് പാർട്ടി ഒരു കത്ത് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ തീരുമാനം റദ്ദാക്കാൻ ഹൈക്കോടതിക്ക് കഴിയില്ല. ആ വിധി അംഗീകരിക്കാനും സർക്കാരിന് കഴിയില്ല. കാരണം കത്ത് നൽകി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കത്തുകൊണ്ടാണ് സർക്കാർ സർവേ നടത്താൻ തീരുമാനിച്ചത് എന്നത് തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം തെളിയിക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് നവകേരള സർവേ റദ്ദാക്കുക എന്നതാണ് ചോദ്യം. ഹൈക്കോടതി ഇതിൽ കണ്ടെത്തിയത് പാർട്ടി സർക്കാർ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ പാർട്ടി ഇതേക്കുറിച്ച് അറിഞ്ഞെന്നും അത് സംബന്ധിച്ച കത്ത് കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തു എന്നതുമായിരുന്നു. ഹരിയുടെ കത്ത് എന്ന് അതിനകത്ത് പറയുന്നില്ല, പകരം ആ കത്തിനെ പരാമർശിക്കുന്നുണ്ട്. ആ കത്ത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് വന്നതുമാണ്, അന്ന് വാർത്തയുമായതാണ്. അങ്ങനെ ഒരു കത്ത് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം ആണ് ഈ വാദത്തിലുള്ളത്. പക്ഷേ അത് പറയുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയച്ച കത്ത് എന്ന് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്തായാലും സർക്കാർ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി വന്നാൽ സർക്കാരിനൊരു വലിയ ആശ്വാസമാകും. അതല്ലെങ്കിൽ സർക്കാരിന് നവകേരള സർവേയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 28-ാം തീയതി തീരേണ്ടിയിരുന്ന സർവേയാണ്. അതാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് നിർത്തിയിരിക്കുന്നത്.